ശ്രീധരൻ, കൂടുതൽ മണ്ണ് മാറ്റുമ്പോൾ അടുത്ത ഘട്ടത്തിൽ ഈ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ എത്രമാത്രം മണ്ണ് അവിടെ നിന്ന് നീക്കാൻ സാധിച്ചിട്ടുണ്ട്, ഇനിയും എത്ര നീക്കേണ്ടി വരും എന്നുള്ളതാണ്. അതിന് നേരത്തെ രാവിലെ, അതായത് നമ്മൾ ഈ വാർത്തയിലൂടെ കടന്നു പോകുന്ന ആദ്യഘട്ടത്തിൽ 10 മണിക്ക് ആദ്യം സംസാരിച്ചപ്പോൾ ശ്രീധരൻ ഇന്ന് ഉച്ചയോടുകൂടി എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ സമയം 12 മണി പിന്നിട്ടിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ള സമയമൊന്നും ഇത്തരത്തിലുള്ള രക്ഷാദൗത്യത്തിന് പറയാനാകില്ല. എങ്കിലും എന്താണ് ഒരു അനുമാനം? നമ്മൾ ഈ പുറത്തുനിന്ന് റിപ്പോർട്ട് ചെയ്ത ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയല്ല അകത്ത് വരുമ്പോൾ. ഇപ്പോൾ നോക്കൂ, ഈ മണ്ണ് കൂടിക്കിടക്കുന്ന ഒരു സിഗ്നൽ കിട്ടിയ ഈ ഒരു ഭാഗത്ത് മാത്രം എല്ലാം അകത്ത് വരുമ്പോൾ ഇപ്പോൾ നോക്കൂ, ഈ മണ്ണ് കൂടിക്കിടക്കുന്ന ഒരു സിഗ്നൽ കിട്ടിയ ഈ ഒരു ഭാഗത്ത് മാത്രം ഈ മണ്ണ് കൂടിക്കിടക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണിത്. മണ്ണ് മാത്രമല്ല, വലിയ പാറക്കഷ്ണങ്ങളൊക്കെ അവിടെയുണ്ട്. ഇതിൻ്റെ അവസ്ഥ തന്നെ നോക്കൂ. ഇത് നോക്കിയാൽ തന്നെ നമുക്കൊരു കൃത്യമായിട്ടൊരു ജഡ്ജ്മെൻറ്റിലേക്കൊന്നും പോകാനാവില്ല. 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഒരേ സമയം ഈ പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഏതായാലും ഈ വശത്ത് 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ, മറുവശത്ത് 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ. അത് പുഴയ്ക്ക് അക്കരയും ഇക്കരയും ഒക്കെ മറ്റ് യന്ത്രങ്ങൾ, ഇങ്ങനെ ഒരുപാട് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഏതായാലും ദുഷ്കരം തന്നെ ഈ ദൗത്യം എന്നുള്ള കാര്യത്തിൽ. ഒരു വലിയ മഴ പെയ്താൽ ഒരു പക്ഷേ വീണ്ടും ഒരു മണ്ണിടിച്ചിലുണ്ടാവാനുള്ള സാധ്യതകളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കളക്ടർ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് മാധ്യമപ്രവർത്തകരെ തിരികെ കൊണ്ടുപോകാനുള്ള നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അധിക സമയം ഇവിടെ നിൽക്കാനാവില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഒരു മഴ പെയ്താൽ തന്നെ ഈ സ്ഥിതിഗതികൾ വളരെ രൂക്ഷമാകുകയും ചെയ്യും. ഏതായാലും അവസ്ഥ തീർത്തും പരിതാപകരമാണ്, ദുഷ്കരമാണ്. രക്ഷാപ്രവർത്തനം എന്നുള്ളത് ഒട്ടും ഈസിയല്ല എന്നുള്ള ഒരു കാര്യമാണ് മനസ്സിലാവുന്നത്. ഏതായാലും ഇപ്പോൾ നോക്കൂ, ഈ കൂറ്റൻ പാറക്കല്ലുകളോ കിട്ടാൻ ഏതായാലും മതിയായിട്ടുള്ള സിഗ്നലുകൾ കിട്ടിയാൽ മാത്രമേ ഇക്കാര്യത്തിലൊരു കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഏതായാലും റഡാർ ഉപയോഗിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഏതായാലും റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. സിഗ്നലുകൾ ആ GPS നിന്ന സ്ഥാനത്ത് നിന്ന് ചില സിഗ്നലുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ലോറിയുടേതാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വേണം. അതിനുവേണ്ടി ഇപ്പോൾ കൂടുതൽ മണ്ണ് അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുള്ള പരിശോധനകൾ നടക്കുകയാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഗംഗാവലി പുഴ. ഈ പുഴയിലേക്കാണ് ഈ മണ്ണ് ഇടിഞ്ഞ് വീണത്. ഏതായാലും വലിയ തോതിൽ ഈ ഒരു കുന്ന്, ഒരു മണ്ണിടിച്ചിൽ എന്ന് മാത്രം ഇതിനെ പറയാനാവില്ല. കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഈ മണ്ണ് ഇങ്ങനെ ഇടിഞ്ഞ് വീണിരിക്കുകയാണ്. കുന്നിൽ നിന്ന് പല ഭാഗത്തായി നീർച്ചാലുകൾ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതുതന്നെ കൂടുതൽ മണ്ണിടിയാനുള്ള ഒരു സാധ്യത നിർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം കൂടുതൽ ദുഷ്കരമാക്കിക്കൊണ്ടാണ് ഈ നീർച്ചാലുകളുടെ സാന്നിധ്യം വരുന്നത്. ഏതായാലും ഇന്നത്തെ ഒരു അവസ്ഥ നോക്കിയാൽ കാലാവസ്ഥ അനുകൂലമായത് മാത്രമാണ് ഇന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും ഇതിങ്ങനെ തന്നെ നിന്നാൽ ഒരു പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇക്കാര്യത്തിലൊരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന കളക്ടറും SP ഒക്കെ നൽകുന്ന വിവരം. ഏതായാലും അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയുമായി തന്നെയാണ് ഇപ്പോൾ ഒരു തയ്യാറെടുപ്പിലാണ് പ്രവർത്തകരെല്ലാം. ഏതായാലും ഈ ഒരു പ്രദേശം കിലോമീറ്ററോളം, ഏതാണ്ട് 1 കിലോമീറ്ററിലധികം ഭാഗത്താണ് ഇങ്ങനെ മണ്ണ് ഇടിഞ്ഞ് വീണിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ 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 അധികം ദൂരേക്ക്, കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ കുന്ന് ഇടിഞ്ഞു വീണിട്ടുണ്ട്. ഇതിന്റെ കുറച്ച് ഭാഗങ്ങളിൽ നേരത്തെ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കുന്നിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അതിനപ്പുറത്ത് ഉള്ള ഈ ആ കുന്നിടിച്ചിലിന്റെ കൂടി ഒരു ഇമ്പാക്ട് ആയിട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീധരൻ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലത്താണ് ഈ മണ്ണിടിഞ്ഞ് വീണ് കിടക്കുന്നത്. അതൊക്കെയും ഈ രക്ഷാപ്രവർത്തനം എത്രത്തോളം ബുദ്ധിമുട്ട് നിറഞ്ഞതാക്കുന്നു, വെല്ലുവിളി നിറഞ്ഞതാക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴും ആ കുന്നിലൂടെ ഇറങ്ങി വരുന്ന നീർച്ചാലുകൾ, മണ്ണിൽ ഇപ്പോഴും നിറഞ്ഞിരിക്കുന്ന വെള്ളം, മണ്ണിലേക്ക് ഒരാൾ ചവിട്ടി നിന്നാൽ പോലും താഴ്ന്നു പോകാനുള്ള ഒരു സാധ്യത, ആ തരത്തിൽ മണ്ണിൻ്റെ സ്വഭാവം, അതൊക്കെയാണ്
വെല്ലുവിളി നിറഞ്ഞിരിക്കുന്നത്. നിലവിൽ കുറച്ചുകൂടി മണ്ണെടുത്ത് മാറ്റുകയാണ്. അതിനുശേഷമായിരിക്കും റഡാർ ഉപയോഗിച്ച് വീണ്ടും എന്തെങ്കിലും തരത്തിലുള്ള സിഗ്നൽ അവിടെ നിന്ന് ലഭിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശോധന നടക്കുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. 10-20 അടിയോളം താഴ്ച എന്ന് നേരത്തെ അവർ സൂചിപ്പിക്കുന്നു. ഒരു പ്രഥമ ദൃഷ്ട്യ നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞതാണ്. എന്തായാലും അത്രമാത്രം മണ്ണ് അവിടെ നിന്ന് നീക്കേണ്ടി വരും. അവിടെ ഇപ്പോൾ മുകളിലേക്ക് നമ്മൾ നേരത്തെ കണ്ടു, MLA ഒക്കെ മുകളിലേക്ക് ക്രെയിൻ മാർഗം മുകളിലേക്ക് എത്തിച്ച സ്ഥലം കാണിക്കുന്നതും അദ്ദേഹം സന്ദർശിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അങ്കോളയിലെ ഷിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും എല്ലാവരും ഉള്ളത്. പ്രതീക്ഷ കൈവിടാതെ തന്നെ മുന്നോട്ട് പോവുകയാണ് ഓരോ നിമിഷവും. പക്ഷേ ഈ പാറക്കെട്ടുകളും മണ്ണും ഒക്കെയുമാണ് ഈ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെയും ദുഷ്കരമാക്കുന്നത്. മണ്ണൊലിപ്പുണ്ട്, അവിടെ ഇപ്പോഴും മണ്ണൊലിക്കുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് ഏറെ 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 എത്രമാത്രം ആശ്വാസം നൽകും. നമ്മൾ മഴ മാറി നിൽക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് ആശ്വാസമെന്ന് എപ്പോഴും എല്ലാ രക്ഷാപ്രവർത്തനത്തെയും പറ്റി പറയാറുണ്ട്. പക്ഷേ ഈ ഭൂപ്രകൃതിയിൽ ഈ ഇടിഞ്ഞു കിടക്കുന്ന മണ്ണിൽ ഏത് സമയത്തും വീണ്ടും ഇടിയാൻ സാധ്യതയുള്ള സ്വഭാവമുള്ള ആ മണ്ണിൽ ആ ഭൂപ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം ആശ്വാസകരമാണ് എന്നുള്ളതാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും.